ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക. ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. ഇന്ത്യൻ ഓഹരി വിപണി നല്ല തിരിച്ചുവരവ് കാണിക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലം വിപണി ഇടിഞ്ഞിരുന്നെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത വിപണിയെ ഉയർത്തി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം 2-3 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് സൂചിപ്പിച്ചു. ഏപ്രിൽ 1-ന് BSE സെൻസെക്സ് ഏകദേശം 1186 പോയിന്റ് ഉയർന്ന് 3,34,032 ലെവലിൽ അടച്ചു. NSE നിഫ്റ്റി 348 പോയിന്റ് ഉയർന്ന് 22,679 ലെവലിൽ എത്തി. പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയതോടെ വിപണി മൂലധനം ഏകദേശം 10 ലക്ഷം കോടി രൂപ വർദ്ധിച്ചു. ആഗോള വിപണികൾ ശക്തമായി ഉയർന്നു. US വിപണിയിൽ S&P 500 ഏകദേശം 3%, നോസ്ഡാക്ക് 4% ഉയർന്നു. ഏഷ്യയിൽ ജപ്പാന്റെ നിക്കി 4%-ലധികവും ദക്ഷിണ കൊറിയയുടെ കോസ്പി 7% ലാഭം നേടി. യൂറോപ്പിലും പോസിറ്റീവ് പ്രവണതയുണ്ടായി. എന്നാൽ യുദ്ധസാഹചര്യം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ലാത്തതിനാൽ ജാഗ്രത വേണം. ക്രൂഡോയിൽ വില $100 താഴെ വീണു. ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ബില്ല് കുറയ്ക്കാൻ സഹായിക്കും. രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ശക്തമായി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപടികൾ രൂപയെ ശക്തിപ്പെടുത്തി. സാങ്കേതിക ഓഹരികളിലും വാങ്ങലുകൾ കൂടുതലായിരുന്നു. സ്വർണ്ണവിലയിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകളുണ്ട്. കഴിഞ്ഞ ദിവസം സ്വർണം ഉയർന്നിരുന്നെങ്കിലും പിന്നീട് തിരുത്തൽ വന്നു. ഇന്ന് വിപണി തുറക്കുമ്പോൾ ആഗോള സൂചനകൾ പോസിറ്റീവാണെങ്കിലും യുദ്ധവാർത്തകൾ ശ്രദ്ധിക്കുക. US തൊഴിൽദാട്ട പോലുള്ള സാമ്പത്തിക സൂചകങ്ങൾ വരാനുണ്ട്. ഇന്ത്യയിൽ ക്വാളിറ്റി ഓഹരികളിലും IT, ബാങ്കിംഗ് മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാം. വാല്യുവേഷൻ ഇപ്പോൾ കൂടുതൽ ആകർഷകമായിരിക്കുന്നതായി വിശകലന വിദഗ്ധർ പറയുന്നു. എന്നാൽ ലാഭവിഹിത വളർച്ചയിലേക്ക് ശ്രദ്ധ തിരിയുമ്പോൾ വിപണി കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ. ചുരുക്കത്തിൽ, ജിയോ പൊളിറ്റിക്കൽ പോസിറ്റീവ് സൂചനകൾ വിപണിയെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ജാഗ്രതയോടെ നിക്ഷേപം തുടരുക. ഇന്നത്തെ വിപണിയുടെ ആദ്യ മണിക്കൂറുകളിൽ ഗ്ലോബൽ ക്യൂസും രൂപയുടെ മൂല്യവും ക്രൂഡ് വിലയും ശ്രദ്ധിക്കുക. മൊത്തം വിപണി മൂഡ് ശുഭാപ്തി വിശ്വാസപരമാണ്. പക്ഷേ അസ്ഥിരത തുടരാം. ഞാൻ ദേവിക. ബുക്കർമാൻ ബിസിനസ് ന്യൂസ് വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.